ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടോപ്പ് 10 സീരീസിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു ചാപ്റ്റർ അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് നല്ല വെയിറ്റേജ് ഉള്ള, അതായത് 8 മാർക്കിനൊക്കെ പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് അതിനേക്കാളും മാർക്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ്. അപ്പം ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് എലൈസ. ഓക്കെ, അപ്പോൾ എലൈസയുടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ എലൈസേനെ നമ്മളിപ്പോൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? അപ്പോൾ എലൈസേനെ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എൻസൈം ലിങ്ക്ഡ് അല്ലേ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് എസ്സേ, ഇമ്മ്യൂണോ സോർബൻറ്റ് എസ്സേ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് എസ്സേ. ഇതാണ് നമ്മളുടെ എലൈസയുടെ എക്സ്പാൻഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. Animals that have their DNA altered to express an extra gene. അല്ല, അനിമൽസിൻ്റെ DNA നമ്മൾ എന്ത് ചെയ്യണം? ഓൾട്ടർ ചെയ്യാണ്, വേറൊരു ജീൻ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ അനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ജെനിക് ആനിമൽസ്. ട്രാൻസ്ജെനിക് ആനിമൽസ്. ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ യൂസസ് പഠിച്ചു വെക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് തന്നെ, ട്രാൻസ്ജെനിക് ആനിമൽസ് ആർ പ്രൊഡ്യൂസ് ടു ഒബ്റ്റെയിൻ ബയോളജിക്കൽ പ്രോഡക്ട്സ്. നമുക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ യൂസ് ചെയ്യാറുണ്ട്. വേറെയും കുറേ യൂസസ് ഉണ്ട്, അതിലൊരു യൂസാണ് ബയോളജിക്കൽ പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. നെയിം ദ ഹ്യൂമൻ പ്രോട്ടീൻ ഒബ്റ്റെയിൻ ഫ്രം ട്രാൻസ്ജെനിക് ആനിമൽ ടു ട്രീറ്റ് എംഫൈസീമ. അപ്പോൾ എംഫൈസീമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഹ്യൂമൻ പ്രോട്ടീനാണ് α1 ആൻറ്റിട്രിപ്സിൻ. ആൻറ്റിട്രിപ്സിൻ, α1 ആൻറ്റിട്രിപ്സിൻ. ഇനി അടുത്തത്, നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ. നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ആണ് നമ്മുടെ റോസി. ആൻഡ് റോസിയുടെ പെക്യുലാരിറ്റി എന്താണ്? റോസിയുടെ മിൽക്കിൽ നമ്മുടെ ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ഉണ്ട്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അമ്മമാർ മരിച്ചു പോയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പശുവിൻ്റെ പാല് കുടിക്കാതെ അമ്മമാരുടെ മിൽക്കിലുള്ള അതേ പ്രോട്ടീൻസും ന്യൂട്രിയൻസും കിട്ടുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീന് കാരണമായിട്ടുള്ള ജീനിനെ റോസീൻ്റെ ഉള്ളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ റോസിയുടെ മിൽക്കിൽ എന്താണ്? മിൽക്ക് ഓഫ് റോസി കണ്ടെയ്ൻ ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ. ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ ആണ് ഏത്? നമ്മുടെ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. റെഡി? അതാണ് നമ്മളുടെ റോസിയുടെ മിൽക്കിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഏർലി ഡയഗ്നോസിസ് ഇസ് എസെൻഷ്യൽ ഫോർ ദ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് പല അസുഖങ്ങളും നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു സിംറ്റമായിട്ട് പുറത്ത് വരുമ്പോഴാണ്. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നിയാൽ പോലും നമ്മൾ ബ്ലഡോ കഫോ ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ബ്ലഡ്, യൂറിന് അങ്ങനത്തെ ഒന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ാണ് ആ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിലുള്ളെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് PCR ഉള്ളത്. പിന്നെ നമുക്ക് ഓട്ടോ റേഡിയോഗ്രാഫി പിന്നെ നമുക്ക് എലൈസ ഉണ്ട്. എലൈസയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ HIV ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി മാച്ച് ദ കോളം A വിത്ത് കോളം B. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ഈ ഒരു ഏരിയ അറിയാം എന്ന് ഓർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താ? ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. നമ്മൾ തൊട്ട് മുന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെ റോസിയുടെ മിൽക്കിലുള്ള ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീനാണ്. ദെൻ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷനാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. എലൈസയുടെ പ്രിൻസിപ്പിളാണ് ഇത് കേട്ടോ. ഇതിങ്ങനെയും 1 മാർക്കിന് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എലൈസ? ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷനാണ്. ദെൻ ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്താണ് ആരാണ്? എലി കമ്പനി. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് കേട്ടോ. ദെൻ ക്രൈ 1AB, അത് നമ്മളുടെ കോൺ ബോററാണ്. അപ്പോൾ ഇതെപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ക്രൈ 1AC ക്രൈ 2AB ഇതാണ് ആരുടെ? ബോൾ വോംസിനെ നമ്മൾ കില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രൈ ജീൻസ് ആണ് ഇത്. ക്രൈ 1AB ആരുടെയാണ്? അത് കോൺ ബോററിൻ്റെയാണ്. ഇത് മാറിപ്പോകരുത്, ഇത് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, എ നെമറ്റോഡ് ഇൻഫെക്ട് ദ റൂട്ട് ഓഫ് ടൊബാക്കോ പ്ലാന്റ് ആൻഡ് കോസ് ഗ്രേറ്റ് റിഡക്ഷൻ ഇൻ ദ ഈൽഡ്. അല്ലേ, നമ്മൾ ആ ഒരു നെമറ്റോഡ് ഇൻഫെക്ഷൻ, നമ്മൾ ഏത് നെമറ്റോഡാണെന്നാണ് നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത്. ആ നെമറ്റോഡിൻ്റെ പേരാണ് ഏത്? നമ്മുടെ മെലോയിഡെ ഗൈനെ ഇൻകൊഗ്നീഷ്യ. മെലോയിഡെ ഗൈനെ ഇൻകൊഗ്നീഷ്യ.
റെഡി? ഇനി നെയിം ദ സ്ട്രാറ്റജി ഡെവലപ്ഡ് ത്രൂ ബയോടെക്നോളജി ടു പ്രിവെൻറ്റ് ദ ഇൻഫെക്ഷൻ. നമ്മളത് നമ്മുടെ യൂക്യാരിയോട്സിലെ വൈറസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നാച്ചുറൽ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് RNAi. RNA ഇൻറ്റർഫിയറൻസ് എന്നാണ് പറയുക. ഇതെന്താണ് ആക്ച്വലി? നമ്മൾ RNAനെ സൈലൻസ് ചെയ്യാണ് അല്ലേ? RNA സൈലൻസിങ് ആണ് ആ ടെക്നോളജി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു നെമറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്ലാന്റിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പം അത് ആ ഒരു പ്രത്യേക രീതിയിൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് 2 RNAs പ്രൊഡ്യൂസ് ചെയ്യും. സെൻസ് ആൻഡ് ആൻറ്റി സെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ ഡബിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്യും. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് നമ്മൾ എന്ത് ചെയ്യുക? നെമറ്റോഡിൻ്റെ RNAനെ സൈലൻസ് ചെയ്യുക. അങ്ങനെ പ്രോട്ടീൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോട്ടീൻ ഫോർമേഷൻ. ആ പ്രോട്ടീനാണ് നമുക്ക് ഇവർക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് പ്ലാന്റ്സിന്. അപ്പോൾ ആ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഇനി എക്സ്പാൻഡ് GEAC. GEACിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ GEAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജെനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയാണ്. ഓക്കെ, ജെനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അതായത് നമ്മൾ കുറേ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതാണോ മോശമാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ഇതൊന്നും കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് ഓരോരുത്തർ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, നമുക്ക് ഹാംഫുൾ ആവും. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡിസിഷൻസ് എടുക്കുക റിഗാർഡിംഗ് ദ വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. അപ്പോൾ ഒരു GM റിസർച്ച് നടത്തിയിട്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം റിസർച്ച് ചെയ്യണം. അപ്പോൾ ആ റിസർച്ചിന് അനുമതി കൊടുക്കുന്നത് അത് എത്രത്തോളം വാലിഡ് ആണ്, അത് വേണോ വേണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ഡിസിഷൻ റിഗാർഡിംഗ് വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. GM റിസർച്ചിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക, അത് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ റിലീസ് ഓഫ് GM പ്രോഡക്റ്റ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ റിലീസ് ഇൻ ടു ദ പബ്ലിക്, അതിൻ്റെ ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, റിലീസിങ് ഓഫ് GM പ്രോഡക്ട്സ് ഇൻറ്റു പബ്ലിക്, അതിൻ്റെ സേഫ്റ്റി ചെക്ക് ചെയ്യുക. അത് എത്രത്തോളം സേഫാണ്, വേണ്ടയാണോ, നല്ലതാണോ. അപ്പം GM പ്രോഡക്ട്സ് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ സേഫ്റ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതും ആരുടെയാണ്? നമ്മുടെ ഈ GEACിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. എന്താണ് GEAC, എന്താണ് ഇവരുടെ ഫങ്ഷൻ? 2 ഫങ്ഷനാണ് എക്സാമിന് ചോദിക്കും. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ജെനറ്റിക്കലി എൻജിനീയർഡ് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ എലി. അല്ലേ? അപ്പം നമ്മളെല്ലാവർക്കും അറിയാം, നമുക്ക് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ വേണം. പക്ഷേ ഇൻസുലിൻ്റെ പ്രശ്നം നമ്മുടെ ബോഡിയിൽ അതൊരു പ്രോ ഇൻസുലിൻ അല്ലേ, ACB ഇങ്ങനെ ഒരു പ്രോ ഇൻസുലിൻ ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഈ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി തന്നെ എന്താക്കും? ഇത് മെച്യൂർ ഇൻസുലിൻ ആകുമ്പോൾ അല്ലേ, ഇത് പ്രോ ഇൻസുലിൻ ആണ്. ഇത് മെച്യൂർ ഇൻസുലിൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി C പെപ്റ്റൈഡ് കട്ട് ചെയ്തിട്ട് ഡൈസൾഫൈഡ് ലിങ്ക് നമ്മുടെ ബോഡിയിൽ തന്നെയാണ് ഇത് ഫോം ചെയ്യുക. പക്ഷേ എങ്ങനെയാണ് ഈ മെച്യൂർ ഇൻസുലിൻ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഒരു കണക്കിനും കിട്ടുന്നില്ല. പക്ഷേ അപ്പോഴാണ് ആര് വരുന്നത്? നമ്മുടെ ഹീറോ ആയിട്ട് നമ്മുടെ എലി കമ്പനി വന്നിട്ട് നമ്മളോട് പറഞ്ഞു, ദേ പിടിച്ചോ നിങ്ങളുടെ ഇൻസുലിൻ നമ്മൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അവർ ആദ്യം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, പ്രിപ്പയർഡ് sequences of A and B polypeptide. അതിൻ്റെ സീക്വൻസ് അവർ പ്രിപ്പയർ ചെയ്തു. A and B polypeptide ആ അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസ് അവർ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ്ഡ് into the plasmids of E. coli സെപ്പറേറ്റ്ലി. E. coliയിലേക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഈ 2 ചെയിൻസ്, ഒരു E. coliൻ്റെ പ്ലാസ്മിഡിൽ A ഇട്ടു, വേറൊരു E. coliൻ്റെ പ്ലാസ്മിഡിൽ B ഇട്ടു. അങ്ങനെ അവർ സെപ്പറേറ്റ് ആയിട്ട് അതിനെ ലിങ്ക് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? സിന്തസൈസ്ഡ് A and B polypeptide. അങ്ങനെ E. coliനകത്ത് ഇട്ടു, പ്ലാസ്മിഡിനെ വേറൊരു ഹോസ്റ്റിനകത്തേക്ക് കടത്തി വിട്ടിട്ട് A and B polypeptide ചെയിൻസ് സിന്തസൈസ് ചെയ്തു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ജോയിൻഡ് ദീസ് ടു യൂസിങ് ഡൈസൾഫൈഡ് ലിങ്കേജ് ഉപയോഗിച്ച് ഇവർ 2 പേരെയും ജോയിൻ ചെയ്തു. ലിങ്കേജ് സിമ്പിൾ. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടു, എങ്ങനെ ചെയ്യും. ഫൈനലി അമേരിക്കയിൽ നിന്ന് എലി കമ്പനി വരേണ്ടി വരുന്നു നമുക്ക് നമ്മുടെ ഇൻസുലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. BT cotton is an example of genetically engineered plant. അല്ലെ, BT എന്താണ്? BTയുടെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. നെയിം ദ ജീൻ റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ ക്രൈജീൻ ആണ്.
ക്രൈജീൻ. ഇതുണ്ടാക്കുന്ന പ്രോട്ടീനാണ് ക്രൈ പ്രോട്ടീൻ. ഈ ക്രൈ പ്രോട്ടീനാണ് നമ്മളുടെ മെയിൻ ആയുധം. അപ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. BTയുടെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. അതാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഓക്കെ, ബാസിലസ് തുറിഞ്ചിയൻസിസ്. റെഡി? പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. BT ടോക്സിൻ പ്രൊഡക്ഷൻ ഇവർ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ BT ടോക്സിൻ കിൽ ദ ഇൻസെക്ട്. അപ്പോൾ എങ്ങനെയാണ്, നമുക്കറിയാം ഈ BT ടോക്സിൻ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ്. ചില സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ അതിൻ്റെ ഒരു പ്രത്യേക ഗ്രോത്ത് പീരിയഡിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടോക്സിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് ഇസ് എന്താണ്, നോൺ ടോക്സിക് ടു ബാക്ടീരിയ ആൻഡ് പ്ലാന്റ്സ്. BT പ്ലാന്റ് ആയി മാറിയാലും അതെന്താണ്, പ്ലാന്റ്സിന് ടോക്സിക് അല്ല. ഓക്കെ, അപ്പം ഇത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ BT അല്ല, when cry protein is entered, നമ്മളതിനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഈ ജീനിനെ പ്ലാന്റ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ പ്ലാന്റ്സിൽ ഇപ്പോൾ എന്തുണ്ട്, BT ജീൻ ഉണ്ട്. അത് BT പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊരു പ്രോടോക്സിനാണ്. അത് നമ്മൾക്ക് ഹാംഫുൾ അല്ല, പ്ലാന്റ്സിന് ഹാംഫുൾ അല്ല. പക്ഷേ ഇവൻ ക്രൈ പ്രോട്ടീൻ ഇസ് എൻറ്റേർഡ് ഇൻ ടു ദ ഗട്ട് ഓഫ് ഇൻസെക്റ്റ്. ഗട്ട് ഓഫ് ഇൻസെക്റ്റ്, അവിടുത്തെ pH ആണ് നമ്മൾ നോക്കേണ്ടത്. വേർ ദ pH ഇസ് ആൽക്കലൈൻ. അപ്പോൾ ആൽക്കലൈൻ pH ആണ് നമ്മളുടെ ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രോടോക്സിൻ, ഈ ഒരു ക്രൈ പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ അത് പ്രോടോക്സിനാണ്. ഓക്കെ, അതായത് ഈ ക്രൈ പ്രോട്ടീൻ ഗെറ്റ് ആക്ടിവേറ്റഡ്. ഈ ഒരു പ്രോട്ടീൻ എന്തായിട്ട് മാറും, അത് ആക്ടിവേറ്റഡ് ആയിട്ട് മാറും ഈ ഒരു ആൽക്കലൈൻ pHൽ. ദിസ് ബൈൻഡ്സ് വിത്ത്, ഈ ഒരു ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻസ് എന്ത് ചെയ്യും, ബൈൻഡ്സ് ടു ദ ഗട്ട് ഓഫ് മിഡ് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ഇൻസെക്റ്റ് ഗട്ട്. ഇൻസെക്റ്റിൻ്റെ ഗട്ടിലുള്ള മിഡ് എപ്പിത്തീലിയൽ സെൽസിൽ പോയിട്ട് ഈ ഒരു ടോക്സിൻസ് പോയിട്ട് ബൈൻഡ് ചെയ്യും. മേക്ക് പോഴ്സ് എന്തുണ്ടാക്കും, കുറേ പോഴ്സ് ഉണ്ടാക്കും, മേക്ക് പോഴ്സ്. അപ്പോൾ എന്താ ചെയ്യുക, സെല്ലിൻ്റെ ഉള്ളിലേക്ക്, ഗട്ടിൻ്റെ ഉള്ളിലേക്ക് കുറേ വാട്ടർ എന്ത് ചെയ്യും, അങ്ങനെ സെൽ ഐസിസ് ഉണ്ടാകും, ഇൻസെക്റ്റ് ഡെത്ത്. അങ്ങനെയാണ് ഈ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പ്ലാന്റിനെ കഴിക്കാൻ വരുന്ന പ്ലാന്റിനെ കില്ല് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും വിട്ടുതരരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജനറ്റിക്കലി മോഡിഫൈഡ്. അടുത്തൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെയും ബയോടെക്നോളജി പ്രിൻസിപ്പളിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറ എല്ലാ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രത്യേകിച്ച് ആപ്ലിക്കേഷനിലുള്ള ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾക്ക് വിട്ട് കളയാനില്ല. തുടക്കം GM ക്രോപ്സിൻ്റെ അഡ്വാൻറ്റേജിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ BT, പിന്നെ മെലോയിഡ് ഗൈനയുടെ കേസ്, എലിലി കമ്പനി ഇൻസുലിൻ ഉണ്ടാക്കിയ കേസ്, മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, പിന്നെ നമ്മളെ അങ്ങനെ ട്രാൻസ്ജെനിക് ആനിമൽസ്, അങ്ങനെ എല്ലാ ഏരിയാസും ചോദ്യം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയി. അപ്പോൾ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ്, റെഡ്യൂസ് ദ റിലയൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് ആണ് കേട്ടോ, റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്. അപ്പോൾ ഇവർ ഓൾറെഡി എന്തായി, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയി. അപ്പോൾ നമ്മളിനി കെമിക്കൽ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണ്ട. റെഡ്യൂസ് ദ റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് കുറയ്ക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇവരെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കൊക്കെ തക്കാളി കേടാവാതെ കിടക്കും. നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ്. നമ്മളെ ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയും, ലോസ്. പിന്നെ ഇവിടെ നമുക്ക് എന്താണ്, എൻഹാൻസ് ന്യൂട്രീഷണൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഗോൾഡൻ റൈസിൽ. സാധാരണ റൈസിനകത്ത് അങ്ങനെ ഒത്തിരി വൈറ്റമിൻസ് ഒന്നുമില്ല. അപ്പോൾ വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസാണ് ഗോൾഡൻ റൈസ്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വൈറ്റമിൻ എ കൂടി കിട്ടും. ഇനി നാലാമതായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു എബയോട്ടിക് സ്ട്രെസ്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന് ഒത്തിരി പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇൻക്രീസ്ഡ് ടോളറൻസ് ഓൺ അബയോട്ടിക് സ്ട്രെസ്. അതായത് ഈ വെള്ളപ്പൊക്കം, വരൾച്ച ഒക്കെ വരുന്ന സമയത്ത് പ്ലാന്റ്സിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇൻക്രീസ്ഡ് മിനറൽ യൂസേജ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്.
മിനറൽ യൂസേജ്, അതായത് പ്ലാന്റ്സിന് നമ്മൾ ഒത്തിരി മിനറൽസ് ഒക്കെ നമ്മൾ മണ്ണിലൂടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അത് പ്ലാന്റ്സ് യൂസ് ചെയ്യണ്ടേ. പ്ലാന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ അവർക്ക് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവരെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂസിങ് എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി അടുത്തത്, അപ്പോൾ ഇതിൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ഏരിയാസും മിസ് കവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ എലിലിലി കമ്പനി, BT കോട്ടൺ, മെലോയിഡ് ഗൈനെ, മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അതേപോലെ തന്നെ നമ്മുടെ എലൈസ, ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ ആ ബയോളജിക്കൽ പ്രൊഡക്ട്സിലെ മിസ് കൈവച്ചിട്ടുള്ളൂ. ബയോളജിക്കൽ പ്രൊഡക്ട്സ് അല്ലാതെ അവരുടെ ഫംഗ്ഷൻസ് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻസ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ജീനിൻ്റെ ഫംഗ്ഷൻ പഠിക്കാൻ, നമുക്ക് വാക്സിൻ ടെസ്റ്റ് ചെയ്യാൻ, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അത് ഓർത്തിരിക്കുക. പിന്നെ ഈ ബയോളജിക്കൽ ആപ്ലിക്കേഷൻസിൻ്റെ തുടക്ക ഭാഗത്ത് ഒരു നമ്മളുടെ എന്താണ് ടോട്ടിപ്പൊട്ടൻസി, ടിഷ്യൂ കൾച്ചർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊന്ന് 1 മാർക്കിന് നോക്കാം. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ മക്കൾക്ക് യൂസ്ഫുൾ ആയെന്ന് മിസ് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ വെക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഇന്ന് വൈകിട്ടുള്ള ലൈവ് നിങ്ങളാരും മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇനിയുള്ള ലൈവുകളും ഓരോ വീഡിയോസും ഓരോ ക്ലാസ്സുകളും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മറക്കാതെ ലൈവിന് വരിക, ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരിക. അപ്പോൾ എൻ്റെ കുട്ടിക്ക് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ബേസ്ഡ് ഓൺ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. കമൻറ്റ് ചെയ്യുക. ആൻഡ് വൈകിട്ട് ലൈവ് മറക്കാതിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.